ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പെണ്ണ് നാണവും കുടുങ്ങി ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ പുൽപ്പള്ളി മമ്മീൻ്റെ വീട്ടിലേക്ക് പോവാണ്. അതായത് എൻ്റെ ഹസ്സിൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക്. പുൽപ്പള്ളി ഇരുളത്താണ് വീട്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം മാരേജ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. മക്കളൊക്കെ ആയിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ്. പാലക്കാട് നിന്ന് ആൻറ്റിയും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1-2 ദിവസം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൂരമുള്ളത് കൊണ്ട് തന്നെ 1-2 ബസ്സൊക്കെ മാറി കയറേണ്ടി വന്നു. അങ്ങനെ ഈ തേയിലത്തോട്ടത്തിൽ കൂടെയുള്ള യാത്രയായിരുന്നു എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായത്. നമ്മളങ്ങനെ തേയിലത്തോട്ടമൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് എന്തൊരു പച്ചപ്പ് പിടിച്ചിട്ട് അത് നിരന്നിരിക്കുന്നു. പിന്നെ ഇത് തേറ്റമല ഭാഗത്തായിരുന്നു. പിന്നെ തേറ്റമല അവിടെ ആ തേയിലത്തോട്ടം കണ്ടപ്പോൾ പിന്നെ എന്താ പറയുക, എനിക്ക് പഴയൊരു നൊസ്റ്റാൾജിയ ഓർമ്മ വന്നു. അതായത് ഞാൻ +2 NSSൻ്റെ ക്യാമ്പിന് ഞങ്ങൾ ആ തേറ്റമല ഹൈസ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അന്ന് ഞങ്ങൾ ആ തേയിലത്തോട്ടത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ ഒരു പ്രദേശം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ NSS ക്യാമ്പാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് മാനന്തവാടി ബസ് ഇറങ്ങി പുൽപ്പള്ളി ബസ്സിന് കയറിയത് ഞങ്ങൾ ഫോറസ്റ്റിലൂടെയായിരുന്നു അടുത്ത യാത്ര. ഞാൻ കുറേ വൈൽഡ് ആനിമൽസിനെ കാണണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഹതഭാഗ്യം കൊണ്ട് ഒന്നിനെയും കാണാൻ പറ്റിയില്ല. ഫോറസ്റ്റ് മാത്രം വെറുതെ ഞാൻ എന്താ പറയുക, ഈ ഫോറസ്റ്റ് കണ്ടെങ്കിൽ പോലുമെന്ന് പറയാം. അങ്ങനെ ഫോറസ്റ്റിൻ്റെ നടുക്ക് കൂടിയായിരുന്നു യാത്ര. പിന്നെ അവിടുന്ന് പുൽപ്പള്ളി ഇറങ്ങി. പിന്നെ അവിടുന്ന് മറ്റൊരു ബസ് കയറി. കണ്ടില്ലേ, ഏറുമാടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ എന്താ പറയുക, ഏറുമാടമൊന്നും കണ്ടിട്ടില്ല. വയനാട്ട് ഏരിയ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഏറുമാടമൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഓരോ ബോർഡൊക്കെ ഉണ്ടായിരുന്നു, ഓരോ ആനിമൽസിൻ്റെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഓരോന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ പുൽപ്പള്ളി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും വേറൊരു ബസ് കയറാനുണ്ടായിരുന്നു ഇരുളത്തേക്ക്. ഫോറസ്റ്റ് എന്നൊക്കെ ആ ഡ്രൈവർ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്പീഡിലായിരുന്നു വണ്ടി ഓടിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പുൽപ്പള്ളിയിൽ നിന്ന് നമ്മൾ കെണിച്ചിറയ്ക്ക് ബസ് കയറി. അവിടുന്ന് ഇറങ്ങി നമ്മൾ ഇരുളത്ത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ചു. ഓട്ടോയിലാണ് പോകുന്നത്. ഇരുളത്തുനിന്ന് അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഓട്ടോയ്ക്ക് പോകാണ്ട് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ നടക്കാം. പിന്നെ നമ്മളെന്താ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷയ്ക്കാണ് പോയത്. അങ്ങനെ അവിടെ എത്തി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 3 മണിയായപ്പോൾ ഇറങ്ങി. 3 മണീൻ്റെ ബസ്സിനാണ് വന്നത്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു 5:45 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ആൻറ്റിയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ട് കുറേ നേരം കളിച്ചിരുന്നു, വർത്തമാനം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, ഞങ്ങൾ കപ്പയും നല്ല ചിക്കൻ കറിയൊക്കെ കഴിച്ചു. പിന്നെ താഴത്തെ തറവാട്ടിൽ പോയി. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ പോയി. മക്കളിത് ഇവിടെ ഇരുന്ന് നല്ല കളിയാണ്. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ ചൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.